ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വൈബ് വിത്ത് ഡോക്ടർ അപ്പു. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ഇത് ഒട്ടും പ്രീ പ്ലാൻഡ് അല്ല, ബട്ട് ഐ തിങ്ക് ഡെസ്റ്റിനി ചോസ് ദാറ്റ് ഇറ്റ് നീഡ്സ് ടു ബി ഡിസ്കസ്ഡ് അബൌട്ട്. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മളെ ഒക്കെ തന്നെ ചിന്തിപ്പിച്ച, ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ, എന്നാൽ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ്. ഹി ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ, പാഷനേറ്റ് അബൌട്ട് ഹിസ് ഓൺ പ്രൊഫഷൻ, എക്സെല്ലിങ് ഇൻ ഹിസ് ഓൺ ഫീൽഡ്. അദ്ദേഹത്തെ പറ്റി പറയാൻ മറ്റ് കാര്യങ്ങളിലേക്ക് I think we should discuss it out. That is when you get the real vibe of it. Having said that, I'd like to introduce you to my guest, who is Mr. Amal Srikumar. He is the Department Director of Magnum Infotech. And ഇനിയും നമുക്ക് വിശദവിവരങ്ങളിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഹായ് ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിനും ആൻഡ് അഗ്രീയിങ് ടു ഡു ദ പോഡ്കാസ്റ്റ് ആസ് വെൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊട്ടും പ്രീ പ്ലാൻഡ് അല്ല, പക്ഷേ എന്തോ ഒരു നിമിത്തമാണ്. കാരണം നമ്മളെ ഒക്കെ തന്നെ. ആൻഡ് ടു ബിഗിൻ വിത്ത് ഫസ്റ്റ് അമൽ ബ്രോൻ്റെ ഒരു ചെറിയ ഇൻട്രോയിലേക്ക് നമുക്ക് കിടക്കാം. നാട്ടിലെവിടെയാണ്? ഞാൻ കായംകുളം. ഓക്കെ. സോ ഈ ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള സംഭവം ഫാമിലിയിൽ ബിസിനസ് ഉണ്ടോ, അതോ ഇറ്റ് വാസ് ജസ്റ്റ്? ആക്ച്വലി എൻ്റെ ഫാദർ ബിസിനസ്സുകാരനാണ്. സോ ഒബ്വിയസ്ലി ഞാൻ കണ്ടു വളർന്നത് എന്നത് ബിസിനസ് ഫാമിലി ആയിട്ടാണ് കണ്ടേക്കുന്നത്. ഓക്കെ. സോ അങ്ങനെ വന്നു. ആദ്യം ഇവിടെ വന്ന് കുറച്ച് നാൾ പല കമ്പനികളിലും ജോലി ചെയ്തു. ഓക്കെ. അതിനേക്കാളും ഉപരി നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു തോട്ട് വന്നപ്പോഴാണ് ഒബ്വിയസ്ലി ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. തീർച്ചയായിട്ടും. അതിന് എൻ്റെ ഒരു ബ്രദറുണ്ട്, ഹിസ് നെയിം ഈസ് ശംഭു സുകുമാരൻ. പുള്ളിയുടെ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളിയാണ് ശരിക്കും പറഞ്ഞ മാഗ്മ ഇൻഫോടെക്കിന്റെ ഫൗണ്ടർ. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ ഞാനും. ഓൺ ബ്രദറാണ്? ഓൺ ബ്രദർ, കസിൻ ആണ്. ലവ്ലി ലവ്ലി. പുള്ളിയുടെ പേരെന്താണ്? ശംഭു സുകുമാരൻ. ശംഭു സുകുമാരൻ. ഓൾ റൈറ്റ്. ഓക്കെ. ഇപ്പൊ കമ്പനി എത്ര വർഷമായി? Company more than 7 years. More than 7 years. I think you have branches in India, UAE and the UK, അല്ലേ? Okay. എങ്ങനെ പോകുന്നു? റണ്ണിങ് സക്സസ്ഫുള്ളി? നന്നായിട്ട് പോകുന്നുണ്ട്. ഓവർകമ്മിങ് ചാലഞ്ചസ് അല്ലേ? ചാലഞ്ചസ് ഇല്ലാണ്ട് എന്ത് ബിസിനസ്? ഡെയിലി ബേസിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. സോ ഇപ്പോൾ ഇത് ഏത് ഫീൽഡാണ് നമ്മുടെ കമ്പനി? ശരിക്കും പറഞ്ഞാൽ IT ഫീൽഡാണ്. IT ഫീൽഡ്. താങ്കളുടെ ബേസ് IT ആണോ? അല്ല, ഞാൻ ബേസിക്കലി പഠിച്ചത് റേഡിയോളജിയാണ്. വാവ്, ബന്ധമേ ഇല്ലാതെ. എന്നാലും പാഷൻ ആയിരുന്നോ? എന്നാലും ബിസിനസ് എന്നുള്ള ഒരു പാഷനാണ്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ബിസിനസ്സിനോടുള്ള ഒരു മെന്റാലിറ്റി തന്നെയാണ് കുഞ്ഞുനാളോടെ ഉള്ളതാണ്. അപ്പം ഒബ്വിയസ്ലി ഞാൻ ബിസിനസ്സിലേക്ക് തന്നെ വരുമെന്ന് എനിക്ക് തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ IT ഫീൽഡിലേക്ക് വന്നത് അങ്ങനെയാണ്. ബട്ട് ഇപ്പോൾ അതൊരു ഫോർച്ചുനേറ്റ് കാര്യമായി മാറി അല്ലേ? ആൻഡ് യു ആർ ഗ്രോയിങ് ആൻഡ് ലേണിംഗ്. IT ഇല്ലാതെ ഇനി ഒരു ബിൽഡിംഗ് സമൂഹത്തിലോട്ട് ഇനി ഒരു പോക്കില്ലല്ലോ. അതുകൊണ്ട് ഒബ്വിയസ്ലി നല്ലതാണ്. വാട്ട് ആർ യുവർ ഹോബീസ്? എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രാവലിംഗ് ആണ്. ഞാൻ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അത്യാവശ്യം ഫുഡി ആണ്. അപ്പം ഇന്ത്യയുടെ പകുതിയൊക്കെ ഞാൻ അത്യാവശ്യം കറങ്ങിയ ആളാണ്. ഏതെങ്കിലും ഡ്രീം ഡെസ്റ്റിനേഷൻ ഉണ്ടോ? ഇനി ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. വൈ ഫിൻലാൻഡ്? ഫിൻലാൻഡ് എല്ലാ മനുഷ്യരുടെയും ഒരു ഡ്രീം പ്ലേസ് ആണ്. ഇറ്റ്സ് അവിടുത്തെ നേച്ചർ, ലൈക്ക് ഐ തിങ്ക് ലൈഫ് സ്റ്റൈൽ. ഒത്തിരി പേര് അതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ്. Yes, absolutely. All right, now coming to the hot topic. Okay, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, this topic is something of high relevance, major importance, and നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുകയും നമ്മളെയൊക്കെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവമാണ്. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു ഇൻട്രോ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. Every 17 minutes there is a child or even an old lady, let's say from 7 days to 70 years, is getting raped in India എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുരുഷന്മാരെ പൊതുവെ ചിത്രീകരിക്കുന്നത് ഒരു പ്രിഡേറ്റർ ആയിട്ടാണ്. ഓക്കെ. ബട്ട് ഈ അടുത്തിടയ്ക്ക് നടന്ന സംഭവം, ആ സഹോദരൻ്റെ മരണം, നമ്മളെയൊക്കെ തന്നെ ഒരുപാട് അലട്ടിയ ഒരു പ്രശ്നം തന്നെയാണ്. ഐ എം ഷുവർ ആ ന്യൂസ് കേട്ട്, ആ വാർത്ത കേട്ട്, ആ അമ്മയുടെ കരച്ചിൽ കേട്ട് ആർക്കും തന്നെ അത് മറക്കാൻ സാധ്യമാവുകയില്ല, ആസ് ലോങ് ആസ് യു ആർ ഹ്യൂമൻ and you believe in being human. So അതിൽ നിന്നും കുറേ ടോപ്പിക്സ് ബൂം അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസ് കേട്ടപ്പോഴത്തേന് അമൽ ബ്രൂവിൻ്റെ ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ആക്ച്വലി പുരുഷന്മാർക്ക് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരാണ്. ഒരാളിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നാണ്. ഒരാളെ പച്ചയ്ക്ക് കത്തിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെയാണ് അവരുടെ ജീവിതത്തെയും കുടുംബത്തെയും എല്ലാമത്തെയും നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്.
അത് തെറ്റിദ്ധാരണ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു സ്ത്രീയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതാനും കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ഒരാളുടെ ജീവൻ പൊലിച്ച ഒരു സ്ത്രീയാണ് നമ്മൾ കണ്ടത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഒബ്വിയസ്ലി ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര വിഷമം. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ഉറപ്പായിട്ടും ആ അമ്മയുടെ കരച്ചിൽ നമ്മളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ആ സ്വന്തം മകൻ നഷ്ടപ്പെടുമ്പം ആ അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു വേദന അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പെറ്റ അമ്മയ്ക്ക് അതിന്റെ വേദന മനസ്സിലാവും, അതിന്റെ ആഴവും. അതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു എന്നുള്ളത്. ഈ പുരുഷ കമ്മീഷൻ കൊണ്ടുവരണം എന്ന് താങ്കൾ ഇത്ര ശക്തമായി അതിനോട് യോജിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ചെന്ന് പറയാൻ വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇന്ന് പുരുഷന്മാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവരെവിടെ ചെന്ന് പറയും? ആരും തന്നെ ഇല്ല. നമ്മുടെ നിയമവ്യവസ്ഥയും സംവിധാനങ്ങളും ഒരുപാട് കാര്യങ്ങളുമുള്ള കേരളത്തിൽ ഇന്നൊരു ദീപക്കിനെ പോലുള്ളൊരു വ്യക്തിക്ക് തുറന്നു പറയാൻ ഒരു സാഹചര്യമോ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ചെറുപ്പക്കാരൻ ജീവനോടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ബാക്ക്ഗ്രൗണ്ട് പുള്ളി ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തരായവർ വരെ പുള്ളിയെ അവിശ്വസിച്ച ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ സുഹൃത്ത് തന്നെ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ നാളെ രാവിലെ കാണാം, നമുക്ക് നീ ഒന്ന് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് ആ കൂട്ടുകാരൻ്റെ അത്രയും സപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി ആ ഒരു ദീപക് എന്ന വ്യക്തി എന്തുമാത്രം വിഷമ ഘട്ടങ്ങളിലൂടെ അവൻ്റെ മനസ്സ് പല രീതിയിലും കടന്നു പോയിട്ടുണ്ടായിട്ടായിരിക്കണം ആത്മഹത്യ എന്നുള്ളൊരു വക്കിലോട്ട് എത്തിയത്. അതിന് ആക്ച്വലി ദർ വാസ് എ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ബിനു എൻ്റെ പോഡ്കാസ്റ്റ് ഗസ്റ്റായിട്ട് പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞ കാര്യം, അതിന് അതീവ ധൈര്യം വേണം, അല്ലാണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതും സ്വന്തം ജീവൻ എടുക്കാന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ഗെറ്റിംഗ് കിൽഡ്, യു ഹാവ് ടു കിൽ യുവർ സെൽഫ്. അതിൽ നമ്മുടെ മൈൻഡ് പോകുന്ന തോട്ട്സും കാര്യങ്ങളൊക്കെ അത്രയും ട്രോമ ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടോ, അല്ലെ അത്രയും ദുഃഖം പുള്ളി എന്താ പറയുക അനുഭവിച്ച് തീർന്നിട്ടുണ്ടോ, അല്ലെ അനുഭവിച്ചുകൊണ്ടിരുന്നിരിക്കും, നമുക്കറിയില്ല. ഇന്ന് അദ്ദേഹം അത് പറയാനോ അല്ലെ പങ്കുവെക്കാൻ ജീവനോടെ ഇല്ല. ബട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ പുരുഷ കമ്മീഷൻ വന്നതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്കുണ്ടാവുന്ന പുരുഷന്മാരിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും നമുക്ക് തടയാൻ പറ്റും. ഈ പുരുഷ കമ്മീഷൻ കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഈ സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനൊരു കാര്യം ഇതുപോലൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരോടെങ്കിലും ഒന്ന് ധൈര്യത്തെ ചെന്ന് പറയാം, അല്ലെ 24/7 അവർക്കൊരു നിയമ സഹായങ്ങളും അല്ലെങ്കിൽ ഒരു പുതിയ വ്യവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും, ഒരു അവയർനെസ്, ഒരു എന്താ പറയുക, അവർക്കൊരു മോട്ടിവേഷൻ, അവരുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്നുള്ള ഒരു ധൈര്യം. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ഇത് നേരെ തിരിച്ചൊരു സ്ത്രീക്കായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ പോലീസും കേരള സംവിധാനങ്ങളും എത്ര ആഴത്തിൽ ഇതിനെ അന്വേഷിക്കാൻ ധൃതി കാണിച്ചത്. ഇത് 48 മണിക്കൂറിന് ശേഷമാണ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തത്. ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ആ സ്ത്രീയെ നിസാരം ഒരു കാറിൽ വന്ന് ഒരു കയ്യിൽ വിലങ്ങ് പോലും വെക്കാതെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇത് നേരെ തിരിച്ചൊരു ആണായിരുന്നെങ്കിലോ ഒരു പുരുഷനായിരുന്നെങ്കിലോ വിലങ്ങ് വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ അവനെ അവന്റെ കുടുംബത്തെയും എല്ലാത്തിനെയും അധിക്ഷേപിച്ച് പച്ചയ്ക്ക് കത്തിക്കുക എന്ന് നമ്മളുടെ നാട്ടിൽ പറയും. അതുപോലെ നശിപ്പിച്ചിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഞാൻ ദീപക് ബ്രോനെ ഒരു കാര്യത്തിൽ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു, ഇതൊരു ഡിബേറ്റ് ഒന്നുമല്ല, ബട്ട് ഐ ലൈക്ക് ടു കീപ് ഇറ്റ് റോ ആൻഡ് അൺഫിൽറ്റേർഡ്. നിർഭയയുടെ കേസ് അറിയാമല്ലോ, ഇന്ത്യ അല്ല ലോകമെമ്പാടും എല്ലാവരും പിടിച്ചു കുലുക്കിയ ഒരു കേസാണ് അല്ലേ. ആൻഡ് ദ വിക്ടിം ഇറ്റ്സെൽഫ് ടോൾഡ് മീ, എന്നോട് ഈ കുറ്റകൃത്യം ചെയ്തവർ 1, 2, 3, 4 അത് സ്പീഡ് ട്രാക്കിൽ വിധി വന്ന് അവർ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ഹാങ് ടു ഡെത്ത് ചെയ്തത് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ഈ ഒരു കമ്മീഷൻ വന്നിട്ട് ഇത് മിസ്യൂസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരിക്കലും ഇല്ല. കാരണം എങ്ങനെ പറയുന്നു? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ പോലുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. വനിതകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? I think so, yes. I agree. ഉണ്ട്. അപ്പം അതിനെ അതിജീവിക്കാൻ വേണ്ടി വനിതകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നത് പുരുഷന്മാരെ ചെയ്യുന്ന കാര്യങ്ങളെ തിരിച്ചു കാണിച്ചുകൊണ്ടാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നത്. റൈറ്റ്? യെസ്. യാ. അപ്പോൾ അതിന് പുരുഷന്മാരെ സംരക്ഷിക്കാനാണ് ഈ പുരുഷ കമ്മീഷൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. അവർക്ക് എപ്പോഴും ഒരു സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിന് നമ്മൾ ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഇവരുടെ പുരുഷന്മാരുടെ പരാതി കംപ്ലീറ്റ് ആയിട്ട് പരിശോധിക്കാൻ ഒരു സെല്ല്, അതിന് വേണ്ട ആൾക്കാരെ, പിന്നെ 24/7 അവർക്കൊരു ഹെൽപ്പ് ലൈനും കൊടുത്തിട്ടാണ്
നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. അപ്പോൾ അവരുടെ ഭാഗത്തെ എല്ലാ ജെന്യൂനിറ്റിയും നമ്മൾ പരിശോധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു കേസ്, ഇപ്പം നോർമലി ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി വന്ന് ഒരു പരാതി കൊടുക്കുകയാണ്, ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു. അപ്പോഴത്തേക്ക് പുരുഷനെ അപമാനിക്കുകയല്ല ചെയ്യേണ്ടത്. അതിനകത്ത് പുരുഷന്റെ ഭാഗത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, ഈ കേസ് ജെന്യൂൻ ആണോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ കേസുകളും ജെന്യൂൻ അല്ല. എല്ലാ കേസുകളും ഒരു പരാതി അല്ലെ ഒരു ഇമെയിലിന്റെ പരാതിയുടെ പുറത്ത് വരെ പുരുഷന്മാരുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റുന്നുണ്ട്. നേരെ തിരിച്ച് പുരുഷന്മാർ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് ഇതുപോലെ ഇത്രയും പോലീസ് ഇത്രയും ആർജവത്തോടു കൂടി ഒരു പരാതി എടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. ബട്ട് ഈ ഒരു കേസിൽ ഐ തിങ്ക് ടു എൻ എക്സ്റ്റെൻറ്റ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയും പബ്ലിക്കും എല്ലാം ഇടപെട്ട് ഒരുപാട് എന്താ പറയുക, പീപ്പിൾ റേസ് ദെയർ വോയിസസ് ദീപകിൻ്റെ കേസിൽ. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും പേര് പുള്ളിക്ക് വേണ്ടി നിൽക്കുമെന്നുള്ളത്. സോ ലെറ്റ്സ് ഹോപ്പ് ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ്. ഇനി ഇങ്ങനത്തെ ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ. ബട്ട് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കോയിന് രണ്ട് വശമുണ്ട്. സോ നൗ ഈ ഒരു ടോപ്പിക് അല്ലാണ്ട് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പൊതുവെ അമൽ ബ്രോൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കാണുന്ന എനി അതർ ഇഷ്യൂ ദാറ്റ് ഷുക്ക് യുവർ മൈൻഡ്? നേരത്തെ വാഹനങ്ങളെ സംബന്ധിച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഐ തിങ്ക് 5 years or 6 years ബാക്ക് ഞാൻ അതിനൊന്ന് പ്രതികരിച്ചായിരുന്നു. What was your take on it? നമ്മളുടെ നാട്ടിലെ മോഡിഫിക്കേഷൻസ് എതിരായിട്ട് അത് ഒരു ഇപ്പം കേരള ഗവൺമെന്റ് അതിന് ടാക്സ് വാങ്ങുന്നുണ്ട്, അത് വിൽക്കുന്നുമുണ്ട്. അത് വിറ്റ് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് ആ വണ്ടി റോഡിലോട്ട് ഇറക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് അത് തടയുന്നില്ല വിൽക്കാനുള്ള അനുമതി? അപ്പോൾ അവിടെ ടാക്സ് GST കാര്യങ്ങളെല്ലാം ഗവൺമെന്റിന് കിട്ടേണ്ടത് എടുത്തിട്ട് രണ്ടാമത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടിയിൽ അടുത്ത ഫൈൻ കൊടുക്കുകയാണ്, വണ്ടി പിടിച്ചുകൊണ്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരെ ആദ്യം തടയണം, അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള പെർമിഷൻസ് കൊടുക്കരുത്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് അതിന് പാരലായിട്ട് ഈ രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് ഇപ്പം ഒരിക്കലും നിയമവ്യവസ്ഥയ്ക്ക് ഞാൻ എതിരല്ല. എല്ലാ നിയമത്തിനും ഞാൻ അനുകൂലിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യം നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം എല്ലാവർക്കും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഒരു രക്ഷപ്പെട്ടു പോവുകയുള്ളൂ. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടാവും. ഉറപ്പായിട്ടും. നമ്മുടെ UAE പോലുള്ള ഒരു രാജ്യത്ത്, ഞാനിപ്പോൾ ജീവിക്കുന്നത് UAE-ലാണ്. UAE-യിൽ എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഈവൻ നോർമലി ഒരു വ്ളോഗറിനാണെങ്കിൽ പോലും വ്ളോഗിങ് ലൈസൻസ് ഇല്ലാതെ വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല പബ്ലിക്കലി. ആ സിസ്റ്റമൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഈ പബ്ലിക്കായിട്ട് അന്ന് തന്നെ കണ്ടു 4-5 ആംഗിളിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ടാണ് ഈ കുട്ടി പ്രചരിപ്പിച്ചത്. ഒബ്വിയസ്ലി ഒരു കുട്ടിക്ക് നേരെ വന്നിരുന്ന ഒരു പ്രശ്നമായിരുന്നെങ്കിൽ തന്നെ അവിടെ വെച്ച് റിയാക്ട് ചെയ്യണമായിരുന്നു. ഇത് അവിടെ വെച്ച് റിയാക്ട് ചെയ്തില്ല. അപ്പം മേഡം ഇപ്പോൾ ഒരു ബസ്സിൽ പോവാം, മേഡത്തിന്റെ ദേഹത്ത് ആരെങ്കിലും ഒന്ന് തട്ടി, മാം അന്നേരം അവിടെ റിയാക്ട് ചെയ്യും. ആ ബസ്സിലുള്ളവർ അറിഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ആ കുട്ടി റിയാക്ട് ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒരു നിസ്സാരം റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടിയ. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ആ വീഡിയോയിലെ ഏറ്റവും വലിയ ക്ലിയർ കട്ട് എവിഡൻസ് എന്താണെന്നറിയോ? നമ്മളെ ഒരാൾ നമ്മുടെ അനുവാദമില്ലാണ്ട് സ്പർശിക്കുമ്പോൾ നമ്മളുടെ മുഖഭാവം മാറും. ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ വെൻ ഐ ഗിവ് യു എ ഷേക്ക് ഹാൻഡ് ഓർ വിതൗട്ട് യുവർ പെർമിഷൻ ഒരു ഷേക്ക് ഹാൻഡ് തരുമ്പോൾ തന്നെ ഒരു ജെന്റായ താങ്കൾക്ക് വരെ ഓട്ടോമാറ്റിക്കലി എന്നൊരു ഭാവമാറ്റം വരും. ഈ കുട്ടി ചിരിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഉല്ലാസയാത്ര പോയതുപോലെ നമ്മൾ ശ്രദ്ധിക്കാവുന്നത്, ആദ്യം ഒരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുത്തു, ഒരു സൈഡ് പോർഷൻ, അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്നൊരു വീഡിയോ എടുത്തു. അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ കൊടുത്തത്. അങ്ങനെ ഈ കുട്ടിക്ക് ആദ്യം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് രണ്ടാമത് വീഡിയോ എടുക്കാൻ നിന്ന്? അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ പ്ലേസിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ അവിടെ റിയാക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ നാട്ടിലെ ഒരു സിസ്റ്റം, ഡിസ്റ്റൻസ് ഉണ്ട്, അവിടെ സ്പേസ് ഉണ്ട്. ഷീ ക്യാൻ മൂവ്, ഷീ ഡിഡ്ന്റ് മൂവ് ബൈ ദ വേ. നമ്മുടെ നാട്ടിൽ എല്ലാവരും പ്രതികരണ ശേഷിയുള്ള ആൾക്കാരാണ്. ആ ബസ്സിനകത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു അതിക്രമം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ കുട്ടി അവിടെ ഒരു സൗണ്ട് ഉയർത്തിയാൽ മതി, ഒരു ശബ്ദം ഉയർത്തിയാൽ അന്നേരം തന്നെ ബസ്സിലെ ആൾക്കാരെല്ലാം പ്രതികരിക്കുന്ന ആൾക്കാരാണ്. ബസ്സിലെ കണ്ടക്ടറും അതേപോലെ തന്നെ ഡ്രൈവറും എല്ലാം ഉൾപ്പെടെ പ്രതികരിക്കും. ഇതൊന്നും ചെയ്യാതെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് മാത്രം കാട്ടിക്കൂട്ടിയ കോപ്പായങ്ങളാണ് ഇതൊക്കെ. അത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഇങ്ങനെ ഇതുകൊണ്ട് നഷ്ടമായത് ആർക്കാ? ദീപകിനും ദീപകിന്റെ കുടുംബത്തിനുമാണ്. അങ്ങനെ അങ്ങനെയുള്ളൊരു ദീപക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്
നമ്മളെല്ലാം ഇതിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ. കാരണം നമുക്ക് എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം. പിന്നെ പല തുള്ളി പെരുവെള്ളമാണ്. നമ്മൾ ഓരോരുത്തർ വോയിസ് നമ്മുടെ ചോയ്സസ് വോയിസ് ചെയ്യുമ്പോൾ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇന്നല്ല, ചിലപ്പോൾ നാളെയല്ല, ചിലപ്പോൾ ഒരു മാസം, ഒരു വർഷം, നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് വി ഹാവ് ടു കീപ് ട്രൈങ്. അല്ല, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കണം ഗവൺമെന്റിലേക്ക് ഒരു ഐ ഓപ്പണർ ഇത് എത്തണം. നമ്മൾ മാക്സിമം എല്ലാവരും ഇതിന് പോസ്റ്റേഴ്സും ഷെയറും പ്രൊട്ടസ്റ്റും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഗവൺമെന്റ് ഇതൊരു ആക്ട് ആയിട്ട് വരും. ഓൾറെഡി ഇതിപ്പോൾ നിയമസഭയിൽ ബിൽ നമ്പർ 23 ഐ തിങ്ക് സോ അതിലുള്ളതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടെ നല്ലതാണല്ലോ. റൈറ്റ്. സോ അമൽ ബ്രോ, നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു, താങ്കളൊരു പുരുഷനാണല്ലോ, പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും ഭയങ്കരമായിട്ടുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണ്? ഒബ്വിയസ്ലി ഇത് സോഷ്യൽ മീഡിയ വിചാരണ. ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെറ്റ് വന്നോ, അല്ലെ ആ തെറ്റ് അത് ജെന്യുവൻ പരാതിയാണോ അല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ ആൾക്കാർ വിചാരണ ചെയ്യുകയാണ്. അത് ആണുങ്ങളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. അവരെ മാനസികമായി തളർത്തുകയാണ്. ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തെയും തളർത്തുകയാണ്. ഇന്ന് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു കോൾ വന്നായിരുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ പഠിപ്പിച്ച എൻ്റെ ഡോക്ടർ, പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പുള്ളിക്കാരൻ്റെ പേരിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. വ്യാജ പരാതി കൊടുത്തതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സ്റ്റുഡൻ്റ് ആണ് കൊടുത്തത്. ഇന്റേണൽ മാർക്കിൻ്റെ ഇഷ്യൂസിൻ്റെ പേരിൽ വ്യാജ പരാതി കൊടുത്തതാണ്. വ്യാജ പരാതി കൊടുത്തിട്ട് ഇന്ന ദിവസം എന്നെ വീട്ടിൽ വിളിച്ച് വരുത്തി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ പരാതി കൊടുത്തു. അന്ന് ഈ കുട്ടി പരാതി കൊടുത്ത ദിവസം വ്യാജ പരാതിയാണ്. പുള്ളിക്കാരൻ്റെ വൈഫ് വീട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. 1.5 വർഷം പഠിപ്പിച്ചിരുന്ന കോളേജിൽ നിന്ന് പുള്ളിക്കാരനെ ഡിസ്മിസ് ചെയ്ത് പുതിയ കോളേജിൽ ജോലി കിട്ടാതെ നിന്ന്. പുള്ളിക്കാരൻ എന്നോട് ജെന്യൂനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമൽ ബ്രോ, അമലെ എന്നാണ് വിളിക്കുന്നത്. അമലെ, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ വൈഫ് എന്നെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും അന്ന് ആ വൈഫ് വീട്ടിലുള്ളതും എൻ്റെ CCTV. പക്ഷെ ഇന്നും ആ കേസ് തീർന്നിട്ടില്ല. ഇതിനുള്ള റെസ്ട്രിക്ഷൻസും ഒട്ടനവധി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും പുള്ളിക്ക്, ജീവിക്കാനും പുറത്തു പോകാനും ജോലിയിലും എല്ലാത്തിലും. 1.5 വർഷം ജോലിക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ജോലിക്ക് ഞാൻ കയറിയതെന്ന്. പിന്നെ പുള്ളിക്കാരൻ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആളായതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നു. എന്നോട് ചോദിച്ചിരുന്നൊരു കാര്യമുണ്ട്, നേരെ തിരിച്ചൊരു പാവപ്പെട്ട വീട്ടിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ അല്ലാതെ വേറൊരു വകുപ്പില്ലായിരുന്നു. സമൂഹം അദ്ദേഹത്തിനെ ജീവിക്കാനും സമ്മതിക്കത്തില്ല. എന്തെങ്കിലും ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു. അതേപോലെ തന്നെ കോളേജിൽ ഇത് വലിയൊരു ന്യൂസ് സ്പ്രെഡായി. അപ്പൊ തന്നെ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളയുകയാണ്. ഇന്ന് എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചപ്പോൾ തന്നെ പുള്ളി പറയുമ്പോൾ ആ പുള്ളിയുടെ ഉള്ളിലെ ആ വികാരം നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ ലക്ഷക്കണക്ക് വ്യൂസ്, മില്യൺ കണക്ക് വ്യൂസിൻ്റെ അല്ല, ചിലപ്പോൾ ഒരു 10 പേരിൽ അതുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് നമുക്കറിയില്ല. സോ അതിൽ നെഗറ്റീവിൻ്റെ പവർ വളരെ കൂടുതലാണ് കമ്പയർഡ് ടു പോസിറ്റീവ്. ഇനിയും എനിക്കുള്ള ഏറ്റവും വലിയ ക്വയറി, കൺസേൺ എന്തെന്ന് വെച്ചാൽ, അമൽ ബ്രോ ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചോദിക്കാട്ടോ, ഇത് ഫാമിലീസിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നാണ് തോന്നുന്നത്? ഒരു ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നം, ഇതിനെ ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുമായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? തീർച്ചയായിട്ടും നമുക്ക് ഫാമിലീസിൽ ഇത് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലൈക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഒരു ഭാര്യ ദാമ്പത്യ ജീവിതം അവർ വേർപിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാവും, ഒരു പ്രശ്നങ്ങളിൽ വന്ന്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് കുട്ടികളായിരിക്കും. ഞാൻ ഒരുപാടെടുത്ത് എൻ്റെ പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. വൈഫ് ഭാര്യയുടെ വീട്ടുകാരും ഭാര്യമാരും ചേർന്നിട്ട് കുട്ടികളെ അച്ഛനെ കാണിക്കാൻ സമ്മതിക്കുന്നു. ചിലപ്പം ഈ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇതിനകത്തിൽ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു? അപ്പം അവർക്ക് അവരുടെ അച്ഛനെ കാണണം. എന്തായാലും അച്ഛനും അമ്മയും അല്ലാണ്ടാവില്ല. ഇവര് വിവാഹബന്ധം വേർപ്പെടുത്തിയാലും ഈ അച്ഛനും അമ്മയും സെയിം തന്നെയാണ്, അവർ മാറില്ല. അപ്പം അതിൻ്റെ അച്ഛനെ കാണാനും അല്ല ഈ കുട്ടികൾക്ക് അച്ഛനോട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം കൊണ്ടുവരണം. അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നല്ല കാര്യത്തിൽ. ഇതിനകത്തിലും മോശം ഹസ്ബൻഡ്സ് കൊണ്ട് പല പ്രശ്നങ്ങളിൽ പെടുന്നവരുണ്ട്. പക്ഷെ നല്ല കാര്യത്തിൽ ഒരുപാട് വേദനിക്കുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. ജനറലൈസ് ചെയ്യരുത്. യു കനോട്ട് ജനറലൈസ് സംതിങ്. ഓരോ സ്റ്റോറി ഹാസ് ഇറ്റ്സ് ഓൺ വേർഷൻ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടും അവരെ പറ്റി ചെക്ക് ചെയ്തിട്ടും ആ കുട്ടികൾക്ക് അതിനുള്ള അനുവാദം കൊടുക്കണം. നമ്മൾ 18 വയസ്സ് വരെ അമ്മയുടെ തണലിൽ വളരണമെന്നാണ് ഇപ്പം നമ്മുടെ നിയമവ്യവസ്ഥ വരുന്നത്. പക്ഷേ
ഒരു പക്ഷേ ചിലപ്പം ആ അച്ഛന് ആ കുട്ടികളോട് ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും. ആ ഒരു പാരൻറ്റ് ആ ഒരു ഒരു മകനെയോ അല്ലെ മകളെ കാണാൻ പറ്റാതെ നീർ ജീവിക്കുന്ന ഒരച്ഛനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ദിവസവും ആ പുള്ളി ഇടുന്ന പോസ്റ്റുകൾ ഞാൻ കാണാറുണ്ട്. അപ്പം ആ മനുഷ്യൻ എന്തുമാത്രം ജനിയും. ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് ഡിവോഴ്സിൻ്റെ വർക്കിലെത്തും. ഓക്കെ, അതും നമുക്ക് തടയാൻ പറ്റും. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. മനുഷ്യരല്ലേ, പല ഇമോഷൻസ് ആണല്ലോ ചിലതും തെറ്റിദ്ധാരണകളാവാം. അതെ, ഒരുപാട് തെറ്റിദ്ധാരണകളിലും വരാവുന്നതാണ്. തീർച്ചയായിട്ടും പലരും പറഞ്ഞ് പരപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഈ തെറ്റിദ്ധരിച്ചിട്ട് ഡിവോഴ്സിന്റെ വക്കിലെത്തുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വേർഡ്സ് ആർ മൈറ്റിയർ ദാൻ സ്വർഡ്സ്. നമ്മളെ കത്തി വെച്ച് കുത്തിയാൽ പോലും അത് കുറച്ചുനാൾ കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങും. ബട്ട് വാക്കുകൾ, അതിൻ്റെ പവർ വേറെ ഒന്നും തന്നെയാണ്. ചിലപ്പോൾ മരണം വരെയും അത് മനസ്സിൽ അതൊരു വലിയൊരു നമ്മൾ പറയില്ലേ, നീറിക്കൊണ്ടിരിക്കുന്ന ഒരു വൂണ്ടായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ഓൾ റൈറ്റ്. സോ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു, ഇങ്ങനത്തെ ഒരു പുരുഷ കമ്മീഷൻ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് വർ ദേ ഏബിൾ ടു ഡു സംതിങ് സക്സസ്ഫുള്ളി? ആക്ച്വലി 90 കാലഘട്ടങ്ങളിൽ 90s ഇതിന് വേണ്ടിയിട്ടൊരു ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബില്ല് പാസ്സാവാതെയും അത് കുറച്ച് നാളിങ്ങനെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അതങ്ങ് കാലഹരണപ്പെട്ട് പോയ കേസാണ്. ഐ തിങ്ക് ഒരു 5 years ബാക്ക് ഐ തിങ്ക് സോ ഹൈദരാബാദ് ഓർ സംതിങ് അവിടെയും പിന്നെ ഇത് വന്നു. പിന്നെ ഈ നോർത്തിലോട്ട് പോകുമ്പോഴും കൂടുതലും ഇപ്പോഴും അറിയാമല്ലോ, കുറേ ബിലോ പ്രോവർട്ടി ഏരിയയിലുള്ളത് കൊണ്ട് ഇതൊന്നും അങ്ങോട്ട് സെറ്റ് ആവാതെ പോയതാണ്. പിന്നെ ഇപ്പം ഈ റീസെന്റ് നമ്മളെ രാഹുൽ ഈശ്വറാണ് ഇതിനെ പിന്നെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും പുള്ളി തന്റെ ഒപ്പീനിയൻസ് വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. ആക്ച്വലി ഞാൻ ഇത് ആദ്യം കണ്ടപ്പം ഇത് ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടോന്ന്. പിന്നെ സമൂഹത്തിൽ നടന്നുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ കണ്ടപ്പോഴാണ് എക്സാക്ട്ലി ഇത് മെൻസിന് വേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് മനസ്സിലായത്. അപ്പം രാഹുൽ ഈശ്വറിന്റെ ആ ഒരു ആണ് അത് രാഹുൽ ഈശ്വറിന്റെ ഈ ഒപ്പീനിയനോട് ഞാൻ 100% ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ്. ഇത് താങ്കൾക്ക് പുരുഷ കമ്മീഷനിൽ അംഗത്വം ലഭിച്ചാൽ വാട്ട് വുഡ് യു ഡു? ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു അംഗത്വവും കാര്യങ്ങളും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ, അല്ലെ അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു പറയാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊരു പ്രോട്ടൽ റെഡിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഓക്കെ. സോ അമൽ ബ്രോ, പുരുഷ കമ്മീഷനെ പറ്റി ഇത്ര ആധികാരികമായിട്ട് അത്യാവശ്യം യു റെഡ് അബൌട്ട് ഇറ്റ്, അണ്ടർസ്റ്റുഡ് അബൌട്ട് ഇറ്റ്, അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യോജിക്കുന്നുണ്ട് അതിനോട്. അതിലൊരു അംഗത്വം ലഭിച്ചാൽ വാട്ട് വുഡ് യു ഡു? ആക്ച്വലി ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സംസാരിക്കണം, എന്നാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരികയുള്ളൂ. പിന്നെ ഇപ്പം മാഡം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനൊരു അംഗത്വം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഈ സ്ത്രീകളൊക്കെ പുറത്തു പോകുമ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ, അത് പറയാനൊരു നമ്പർ 24/7 ആക്റ്റീവ് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, ഒരു ഹോട്ട്ലൈൻ നമ്പർ, അത് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇവരുടെ പരാതികളെ പഠിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അതും വേണം. മാക്സിമം കറപ്ഷൻ ഫ്രീ ആയിട്ട് അങ്ങനെ തന്നെ വേണം. ഇല്ലെങ്കിൽ പിന്നെ നാളെ നമ്മൾ ഈ പുരുഷ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനകത്ത് ഒരർത്ഥം ഇല്ലാതായി, മിസ്യൂസ് ചെയ്യപ്പെടില്ല. അതെ. അപ്പം അങ്ങനെ ഒരു സംവിധാനം വേണം. പിന്നെ ഇവർക്ക് ഒരു നല്ലൊരു അഡ്വക്കേറ്റ് ടീമിനെ സെറ്റ് ചെയ്തിട്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ലീഗലിറ്റി ടു ഗൈഡ് ദം ലീഗലി, അഡ്വാൻസ്മെന്റ്സ് ആയിക്കോട്ടെ, എന്താണ് പ്രോസ് കോൺസ് ഒക്കെ അവർ അറിഞ്ഞിരിക്കാൻ. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ കുറച്ച് ആൾക്കാർ. തീർച്ചയായിട്ടും. ഇനിയും ഐ എം എ ലേഡി, പ്ലീസ് ഡോണ്ട് ടേക്ക് മീ റോങ്, ബട്ട് ഐ റെസ്പെക്ട് മെൻ ആൻഡ് വിമൻ, വി ആർ ഓൾ ഹ്യൂമൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ബട്ട് ഇത് പറഞ്ഞേ മതിയാകൂ. എനിക്കറിയാവുന്ന ഒരു ലേഡിയുണ്ട്, നോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്. അവർ ആക്ച്വലി ഇന്നൊരു കോടീശ്വരിയാണ്. ഒരു കല്യാണം കഴിക്കും, നൈസായിട്ട്, അതിൽ സ്ത്രീധനം കൊടുക്കില്ല, സ്ത്രീധനം ഇങ്ങോട്ട് തരുന്ന പയ്യന്മാരുണ്ടാവുമല്ലോ, അങ്ങനെ പുള്ളിക്കാരത്തി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ആൾ കുറച്ച് കഴിഞ്ഞിട്ട് ബോറടിച്ചിട്ട് പുള്ളിക്കാരത്തി നൈസായിട്ട് ലീഗലി മൂവ് ചെയ്ത് ഇങ്ങോട്ട് ബെനിഫിറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അടുത്ത മാരേജിലേക്ക് പോകും. അങ്ങനെ ഇപ്പോൾ 3 മാരേജ് കഴിഞ്ഞു. ഇന്ന് പുള്ളിക്കാരത്തി ഒരു കോടീശ്വരിയാണ്. പക്ഷേ ഇതിൽ ഒരാൾ ലിറ്ററലി വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ പോയി, ദ ജെൻറ്റ്. അപ്പം സ്ത്രീധനം എന്നുള്ളത് ആണുങ്ങളും ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്.
അതിനെപ്പറ്റി അമൽ ബ്രോന്റെ ടേക്ക് എന്താണ്? മാഡം ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഞാൻ റീസെൻ്റ്ലി എനിക്ക് പരിചയമുള്ള ഒരു ലേഡി ഇങ്ങനെ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അത് വേറൊരു അഡ്വക്കേറ്റ് വഴിയാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അപ്പം അത് കേട്ടപ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. സംഭവം ഇങ്ങനെയൊക്കെയും ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. ലൈക്ക് ഇപ്പം ഒരുപാട് സമൂഹത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ എല്ലാ കോടതികളിലും ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് കേസുകൾ നടന്നുകൊണ്ടിരിക്കും. പുരുഷന്മാരെ എങ്ങനെയൊക്കെ മാക്സിമം ഒരു വിവാഹബന്ധം വേർപ്പെടുത്തി പോകുമ്പോൾ എന്തൊക്കെ വാങ്ങിയിട്ട് പോവോ അതെല്ലാം വാങ്ങിയിട്ട് പോയിട്ട് അവർ സേഫ് ആവാൻ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയുകയല്ല, നല്ല ആൾക്കാരും ഉണ്ട്, അതിനെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. നമ്മൾ തന്നെ ഇപ്പം തന്നെ കണ്ടില്ലായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു ന്യൂസ്. സുപ്രീം കോടതിയിൽ ഇത്ര കോടി രൂപയും ഐ തിങ്ക് BMW കാറുമാണ് അവർ ചോദിച്ചത്. അന്നേരം ലേഡി ജഡ്ജാണ്. അതെ, കൊടുത്ത മറുപടി സൂപ്പർ. അതെ, പോയി പണിയെടുത്ത് ജീവിക്കണം. ഇവരോട് പറയാനുള്ളത് ഇതാണ്, പോയി പണിയെടുത്ത് ജീവിക്കണം. അതെ, അല്ലാതെ നമ്മൾ ഒരാളെ എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ കറിവേപ്പില പോലെ എടുത്ത് കളയാമോ അതുപോലെ കളയരുത്. മാത്രല്ല അവരുടെ ജീവിതം, അതായത് അവർക്ക് ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരെ ചിലപ്പോൾ എത്തിയേക്കാം. യു നെവർ നോ. അയാൾ എന്ത് ട്രോമ ആയിരിക്കും ഗോ ത്രൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനിയും അയാൾക്ക് ഇനിയൊരു ജീവിതം വേണം എന്ന് തന്നെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ട്രോമറ്റൈസ്ഡ് ആയി പോയിട്ട് ഡിപ്രസ്ഡ് ആയി പോയേക്കാം. പക്ഷെ പുരുഷന്മാർ സ്ട്രോങ് അല്ലേ? പുരുഷന്മാർ ഇതൊക്കെ സർവൈവ് ചെയ്യണ്ടേ? അവർ ഹെഡ് ഓഫ് ദ ഫാമിലി അല്ലേ? അവരെ ദൈവം തമ്പുരാൻ വരെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാന്ന് പറയുന്നതോട് പുരുഷന്മാർ ഒബ്വിയസ്ലി പുരുഷന്മാർ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കും. അവരും മനുഷ്യരാണ്, അവർക്ക് കൊണ്ടൊരു മനസ്സ്, അവർക്ക് കൊണ്ട് വികാരം. ഇതിന് നമുക്കൊരു നല്ല സാഡ് ബീജം ഇട്ട് കൊടുക്കാം അല്ലെ? നോ ജോക്സ് അപ്പാർട്ട്, ദേ ഹ്യൂമൻസ് ടു. They deserve respect, they deserve space, they deserve to be understood. And at the same time, അവർ റോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ, ഇവർ റോങ് ആണെങ്കിലും പ്രോപ്പർ ആക്ഷൻ മസ്റ്റ് ബി ടേക്കൺ. അല്ലെങ്കിൽ ഇതൊരു വൈറസ് പോലെ ജെന്യൂനായിട്ട് അന്വേഷിച്ചിട്ട് ആരാണോ കുറ്റക്കാര്, എപ്പോഴും ഞാൻ തീർത്ത് പറയുകയാണ്, അതിനകത്ത് പുരുഷനാണേലും സ്ത്രീ ആണേലും ആരാണ് കുറ്റക്കാരെന്ന് വെച്ചാൽ അവരിലെ കടുത്ത ശിക്ഷ നടപ്പിലാക്കണം. അതാണ് വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ മാറ്റം അതാണ്. അല്ലാതെ ഇപ്പോൾ ഒരാളെ മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല. അമൽ ബ്രോ ഇപ്പൊ പറഞ്ഞ ഒരു ലേഡിയില്ലേ, പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ്? അഡ്വക്കേറ്റ് വഴിയല്ലേ അറിഞ്ഞത്? നീതി നടക്കപ്പെട്ടോ ഇല്ലയോ? ഓർ സ്റ്റിൽ ഓൺ ഗോയിങ്? എന്നാണോ ഇനി വിധി വരിക? അത് നമുക്ക് ഒരിക്കലും അത് പബ്ലിക്കിന്റെ മുന്നിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് ഞാൻ ഉറപ്പായിട്ടും അത് വിളിച്ചു പറയേണ്ട ഒരു ടൈം കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പം ആ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം വെച്ചിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പലരെ അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മളായിട്ട് വേറൊരാളുടെ ജീവിതം നശിപ്പിക്കേണ്ട ഒരിക്കലും. അതേ ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും അത് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്തിൽ. സ്ത്രീധനം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ വെരി ഗുഡ് മീനിങ്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം നല്ലൊരു ജീവിതം ജീവിക്കാൻ ശ്രമിക്കുക. ഇനിയും അമൽ ബ്രോയിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് what is your advice to society അല്ലെങ്കിൽ to anyone watching this video? ആക്ച്വലി നമ്മുടെ ഈ കംപ്ലീറ്റ് സിസ്റ്റങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് നിയമവ്യവസ്ഥ മാറ്റണമെന്നല്ല പറയുന്നത്, ഈ സ്ത്രീക്കും പുരുഷനും ഒരു തുല്യ അവകാശം കൊണ്ടുവരണം. ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട്, പക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ല. അതെല്ലാം മാറി ഇപ്പം ഒരു ആൺകുട്ടിയാണ് പരാതി നൽകിയെങ്കിൽ അവന് വേണ്ട ജെന്യൂനായിട്ടുള്ള ഒരു റിപ്ലൈയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജെന്യൂനായിട്ട് ആ കേസ് അന്വേഷിക്കുകയോ ചെയ്താൽ അടിപൊളിയായിരിക്കും. അത് അങ്ങനെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പിന്നെ ഐ തിങ്ക് അമൽ ബ്രോ പറഞ്ഞതിനോട് ഐഡ് ലൈക്ക് ടു ആഡ് ബൈ സെയിങ് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് ടു. അതായത് ഇപ്പോൾ നമ്മുടെ നമ്പി നാരായണൻ സാറിൻ്റെ കേസ് പോലെ 25 വർഷം കഴിഞ്ഞിട്ട് എവിടെയോ നാസയിലൊക്കെ പോയി വേറെ ലെവലിൽ എത്തേണ്ട മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്ത്, ഇതുപോലെ മാനിപ്പുലേറ്റീവ് എവിഡൻസ് ആണ്. അദ്ദേഹം ഷാർജയിൽ വന്നൊരു ഇവൻറ്റിൽ ഞാനായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത്. സോ ആ ടൈമിൽ ഓഡിയൻസ് എല്ലാം എഴുന്നേറ്റിട്ട് പറഞ്ഞ എന്താണെന്നറിയോ അമൽ ബ്രോ, വി ആർ സോറി സർ. കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കാരണം സച്ച് എൻ അസെറ്റ് കലാം സാറുമായിട്ട് ദ ലെജൻഡ്, അതായത് പുള്ളി ലിക്വിഡ് സോളിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അത്രയും റിസർച്ച് ചെയ്ത് ഇന്ത്യ ആ ലെവലിൽ. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ആ മൊമെന്റിൽ മാഡം നിന്നപ്പോൾ മാഡത്തിന്റെ ഉള്ളിലൊരു ഫീലും നമ്മുടെ ശരീരം ഒരു വിറയ്ക്കുന്ന ഒരു ഫീലും നമ്മൾ പറയില്ല ചിൽസ് ത്രൂ ദ സ്പൈൻ എന്ന് പറയില്ല, ആ അവസ്ഥ അന്ന് ആ ഒരു ഫീല് മാമിന് മനസ്സിലായി. അപ്പൊ ഈ ഇത്രയും വർഷം ആ പുള്ളിക്കാരൻ്റെ ഉള്ളിൽ അനുഭവിച്ച വേദന എന്തായിരിക്കും? അത് മാത്രമല്ല ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു. ലേഡി ആയിട്ടായിരുന്നു, അങ്ങേര് റിസോർട്ടിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അതിനെക്കാട്ടിലും ഞാൻ ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയല്ല. എന്നാലും പറയാം, ദ ഹോണറബിൾ എക്സ് ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സാർ
ഉമ്മൻചാണ്ടി സാർ എന്ത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. സീരിയസ് ആയിട്ട് പുള്ളിക്കാരനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളുടെ ഉള്ളിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയില്ല. ഇന്നും നമ്മൾ ആ പുതുപ്പള്ളി പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആ മനുഷ്യനെ വരെ പറഞ്ഞപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആർക്കും ഒരു പരാതിയുമായിട്ട് പഠിക്കാൻ ചെല്ലാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് പുള്ളിയെ കാണാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ക്വാളിറ്റിയിൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ രാഷ്ട്രീയം ഉൾപ്പെടുത്തി പറയുകയല്ല, പക്ഷേ ആ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഹി വാസ് awesome. Yes, absolutely. And may that soul rest in peace. But we love him, we remember him, and we haven't forgotten anything sir has done. അതുപോലെ തന്നെയാണ് ഇവരൊക്കെ ഇപ്പം ഞാൻ അമൽ ബ്രൂനോട് ഈ കേസ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. നാസ വരെ വരൂ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ് പുള്ളി പോയില്ല. പുള്ളി ISROയുടെ കൂടെ നിന്ന് ഇന്ത്യക്ക് വേണ്ടി നിന്നിട്ട് പുള്ളി അനുഭവിച്ച ട്രോമ ഇതാണ്. ഡെഫമേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് പീക്ക്. അതും ശാരീരിക ഉപദ്രവം പുള്ളി മാത്രമല്ല കുടുംബം മൊത്തം നേരിട്ടു. പിന്നെ ആ ഇന്നസെൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് നഷ്ടപരിഹാരം കൊടുത്തു കോടതി 50 ലക്ഷം. അത് എന്ത് തിരികെ കൊടുക്കും? 25 വർഷം അദ്ദേഹം അനുഭവിച്ച വേദനയ്ക്ക് പകരമാവോ ഈ നഷ്ടപരിഹാരം? അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അനുഭവിച്ച വേദന, ഭാര്യ, മക്കൾ എല്ലാവരും ഇതൊക്കെ തന്നെയല്ലേ ഈ വേദന അനുഭവിച്ചത്. അവർക്ക് സമൂഹത്തിന്റെ മുന്നിൽ പോയി തല ഉയർത്തി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഈ വേദന അവിടെ എഡ്യൂക്കേഷൻ ഇല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എല്ലാം ഇങ്ങനെ മാഞ്ഞു പോയി. ഒരാളുടെ എക്സിസ്റ്റൻസ് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു. അതെ, എക്സാക്ട്ലി. ആ ഒരു വേദനയ്ക്ക് ഒരിക്കലും ഒരു പരിഹാരം ക്യാഷ് കൊണ്ട് നികത്താൻ പറ്റത്തില്ല. യെസ്. പിന്നെ അമൽ ബ്രോ പറഞ്ഞതുപോലെ തന്നെ പ്രവാസ ലോകത്തായിട്ട് കൂടി നമ്മൾ ഇത്ര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഓൾ റെസ്പെക്ട് ടു ദ റൂളേഴ്സ് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ നേഷൻ. കാരണം ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ആർ ടു ബി ഫോളോഡ്. സോ നമ്മുടെ നാട്ടിലും അത്തരത്തിൽ വരട്ടെ. ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞതുപോലെ രാത്രി 12 മണിക്ക് ഒരു സ്ത്രീ സുരക്ഷിതയായി റോഡിൽ നടന്നു പോകുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ഷീസ് ഇൻ ദുബായ്. അപ്പം ആ ഒരു കോൺഫിഡൻസ് നമുക്കത് പറയാൻ സാധിക്കട്ടെ. ബിക്കോസ് വി ആർ ഫ്രം എ ബ്യൂട്ടിഫുൾ കൺട്രി, വി ആർ ഓൾ പ്രൗഡ് ഇന്ത്യൻസ്. അതെ, അതും കേരള എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനപ്പുറമാണ്. സോ അമൽ ബ്രോ അത് ഇത്ര സ്ട്രോങ് ഒപ്പീനിയനേറ്റഡ് ആയിട്ട് നിൽക്കുന്നതിന് തന്നെ ഹ്യൂജ് റെസ്പെക്ട്. കാരണം എന്തെന്ന് വെച്ചാൽ താങ്കൾക്ക് താങ്കളുടെ ബിസിനസ്, താങ്കളുടെ ഫൈനാൻസ്, താങ്കളുടെ ഗ്രോത്ത് മാത്രം നോക്കി നടന്നാൽ മതി. പക്ഷേ ഒരു മനുഷ്യൻ ഒരു സോഷ്യൽ ബീയിങ് കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് പലരും മറന്നു പോകുന്നുണ്ട്. കുറച്ച് പേര് ന്യൂട്രൽ ഗിയർ എടുക്കും. എന്തെങ്കിലും നടന്നോട്ടെ, എനിക്കല്ലല്ലോ സംഭവിച്ചത്. കോവിഡിൻ്റെ കേസിൽ സംഭവിച്ചു അല്ലേ, ആ ചൈനയിലല്ലേ വന്ന്, ഇവിടെ അല്ലല്ലോ, നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ സർക്കിളിൽ മരണപ്പെടുമ്പോഴാണ് ഇതാവുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറയില്ലേ, സൂചി കൊണ്ട് എടുക്കുന്നത് തൂമ്പ കൊണ്ട് എടുക്കുന്ന അവസ്ഥ വരെ വെക്കരുത്. എന്തെങ്കിലും ഇനി ഒരു ദീപക് ഉണ്ടാവാണ്ടിരിക്കട്ടെ. ആൻഡ് മേ മാനിപ്പുലേറ്റീവ് തിങ്സ്. കാരണം സോഷ്യൽ മീഡിയ ഇസ് വെരി പവർഫുൾ. ഞാൻ പറയാണ്ട് തന്നെ അമൽ ബ്രൂവിന് പറയാം, വെരി പവർഫുൾ. ഒരാളെ രക്ഷിക്കാം, ശിക്ഷിക്കാം, ഒരാളെ മാനോളം ഉയർത്താം, നേരെ ഭൂമിക്ക് കീഴെ കൊണ്ടുപോകാം, എന്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിൽ പറയും. അതെ അതെ അതെ, ഈ എക്സിസ്റ്റൻസ് മായ്ച്ച് കളയാൻ പറ്റുന്ന ഒന്നാണ്. സോ ഞാൻ ചോദിക്കുന്നത്, അമൽ ബ്രോൻ്റെ ഒരു പോളിസി എന്താണ്? ലൈഫിൽ ചാലഞ്ചസും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം. എന്ത് ബുദ്ധിമുട്ടിനെ നമ്മൾ ഫേസ് ചെയ്താലേ നമ്മളൊരു സക്സസ്ഫുൾ കരിയർ ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ലൈഫിലുണ്ടായ ഇമോഷൻസ്, ഞാൻ ഭയങ്കര ഇമോഷണൽ ഫ്ലേവറിയുടെ ആളായിരുന്നു പണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ ഒത്തിരി ഒറ്റപ്പെട്ട ഒരാളാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പെയിൻ എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് ഞാൻ വന്നത്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് ആ ഒരാൾ എൻ്റെ മുന്നിൽ ഒരു വിഷമമായിട്ട് എപ്പോൾ വന്നാലും അവരെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ ഞാൻ കൊടുക്കും അവർക്ക്. അല്ലെങ്കിൽ ഒരാളുടെ ഒരു വിഷമം പറയാൻ എന്നോട് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ കേട്ടിരിക്കും. എൻ്റെ ടൈമാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് ഞാൻ കൊടുത്തിരിക്കും. അത് ഇനി അതിനകത്ത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. മുന്നോട്ട് പോകാനും എന്നെ ഇങ്ങനെയൊക്കെ നടത്താൻ എനിക്ക് നമ്മള് സിനിമയുടെയൊക്കെ ചെറിയ ഡയലോഗ്സ് കേൾക്കത്തില്ലേ, മോട്ടിവേഷൻ ലൈഫ് എക്സ്പീരിയൻസസ് ആണോ? ഡാഡ്, മോം, എനിവൺ? എക്സാക്ട്ലി എൻ്റെ ലൈഫിൽ പല എക്സ്പീരിയൻസസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഐ എം ഗോയിങ് ടു 30 years. എൻ്റെ 29 years വരെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ്. ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്താലും വാട്ട് ഐ ഡിഡ് ദേ സപ്പോർട്ട് മീ. ഇമോഷണലായി. ബിക്കോസ് അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അമൽ ബ്രോനോട്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഗെറ്റ് റോ ആൻഡ് അൺഫിൽറ്റേർഡ്. നമുക്ക് മുൻപരിചയമില്ല, ബട്ട് ഐ തിങ്ക് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് റിയലി വെൽ. അത് കൂടാണ്ട് കംഫർട്ടബിൾ വരുന്നു. സോ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എന്താണ് മനസ്സിൽ ആദ്യം ഓടിയെത്തിയത്?
ആക്ച്വലി ഇതെന്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. ഞാൻ ഇതുവരെ ഒരു പോഡ്കാസ്റ്റോ അങ്ങനെ കാര്യങ്ങളിലോ പോയിട്ടില്ല. അപ്പം എനിക്ക് ഫസ്റ്റ് ഒരു കോൾ വന്നപ്പം ആക്ച്വലി ഐ വാസ് സ്കേർഡ് ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് സംസാരിക്കണം ശരിയായിരിക്കും ഇതിനകത്തിൽ ഇപ്പോൾ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ. മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കാര്യം ഞാനിത് പറഞ്ഞിട്ടില്ല. അത് മാമിന് എന്നോട് സംസാരിച്ചപ്പം ഐ തിങ്ക് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ നമുക്ക് എനിക്കിപ്പോൾ ഒന്ന് പറയാനൊരു ഇപ്പം എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ സമൂഹത്തിലോട്ട് എത്തിക്കാനൊരു അവസരം കിട്ടിയപ്പം അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ തന്നെ പകുതി പ്രോബ്ലം അവിടെ സോൾവ് ആവുകയാണ്. പിന്നെ എല്ലാ ജീവനും വിലയുണ്ട്. ഒരു മിണ്ടാപ്രാണി ആയിക്കോട്ടെ, ഒരു മരമായിക്കോട്ടെ, ഒരു മനുഷ്യനായിക്കോട്ടെ, എവ്രിതിങ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. സോ നമ്മളാരും അല്ല അത് കളയാനും അത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും ഓവർ എസ്റ്റിമേറ്റ് ഒന്നിനും അല്ല. ലെറ്റ്സ് കോ എക്സിസ്റ്റ് അല്ലേ. താങ്കളും ജീവിക്കൂ, ഞാനും ജീവിക്കട്ടെ, നമ്മളെല്ലാവരും ഹാപ്പിയായി ജീവിക്കട്ടെ. സോ അമൽ ബ്രൂവിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ഈ ലൈഫ് ജേർണിയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ അദ്ദേഹം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പോഡ്കാസ്റ്റ് കാണുന്നു ഒട്ടനവധി ആൾക്കാർക്ക് അത് ബോധ്യമാവുക തന്നെ ചെയ്യും. സോ ഐ എം ഷുവർ ദിസ് വാസ് എൻ എക്സ്പീരിയൻസ് ടു ചെറിഷ്. അമൽ ബ്രൂ പറഞ്ഞല്ലോ, ലൈഫിലെ എല്ലാ എക്സ്പീരിയൻസുമാണ് ഞാൻ ചെറിഷ് ചെയ്യാറുള്ളത്. സോ എന്തായാലും അദ്ദേഹം ഒരു മാരീഡ് മാൻ ആവാൻ പോവാണ്, ഇനി കുടുംബജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. അതിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് for being my guest. It was an honor. So that is Amal Srikumar for you, ladies and gentlemen. മറ്റൊരു ഗസ്റ്റുമായി we will see you again later. Bye bye.